സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിന് ആശ്വാസം. കലാപക്കേസിൽ നിന്ന് സജ്ജൻ കുമാറിനെ കുറ്റവിമുക്തനാക്കി ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് നടപടി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ ചേരുന്നു. അച്യുതൻ, വളരെയേറെ വിമർശന വിധേയനായിട്ടുണ്ട് സജ്ജൻ കുമാർ. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിനു ശേഷം ഡൽഹിയിൽ നടന്ന സിഖ് വിരുദ്ധ കലാപം വ്യാപകമായ കലാപമായിരുന്നു. സിഖ് വംശജർക്ക് നേരെ ഡൽഹിയിൽ നടന്നത്. ആ കലാപത്തിന് നേതൃത്വം നൽകിയ ആളെന്ന നിലയിലായിരുന്നു സജ്ജൻ കുമാറിനെ പലപ്പോഴും വിമർശന വിധേയനാക്കിയിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നടക്കം പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് സജ്ജൻ കുമാറിനെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരത്തിന് നേരെ ജർണയിൽ സിംഗ് എന്ന മാധ്യമപ്രവർത്തകൻ ചെരിപ്പെറിഞ്ഞതിന് രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സജ്ജൻ കുമാറിനെ കുറ്റവിമുക്തനാക്കുകയാണ്. സിഖ് വംശജർ, ഡൽഹിയിലെ ഈ കലാപത്തിൻ്റെ ഇരകൾ, അവർ എങ്ങനെ ഈ വിധിയോട് പ്രതികരിക്കും എന്നറിയില്ല. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അച്യുതൻ? ദിലീപ് കുമാർ 1984 സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട അന്ന് ജനക്പുരി, വികാസ്പുരി പ്രദേശങ്ങളിൽ ഉണ്ടായ ആക്രമണം, തൊട്ടു പിന്നാലെ അവിടെ പലരും കൊല്ലപ്പെടുന്ന ആളുകൾ കൊല്ലപ്പെട്ട സാഹചര്യം, അങ്ങനെയാണ് 2 കേസുകൾ ഇതിൽ ഈ മുൻ കോൺഗ്രസ് എം പി ആയിരുന്ന സജ്ജൻ കുമാറിനെതിരെ എടുത്തത്. അതിലാണ് ഇപ്പോൾ ആ കേസുകളിലാണ് ഇപ്പോൾ കോടതി, റൌസ് അവന്യൂ കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. അതായത് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം, ശത്രുത വളർത്തൽ, ഒപ്പം തന്നെ ഈ ഗൂഢാലോചന, കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങളാണ് ഇപ്പോൾ കോടതി ഒഴിവാക്കിയിരിക്കുന്നത് എന്നത് തന്നെയാണ്. നേരത്തെ തന്നെ ഇദ്ദേഹം അറിയിച്ചത് തനിക്ക് അതുമായി ആക്രമണവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു പങ്കുമില്ല, ആ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുമില്ല എന്നൊരു വാദമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഇതിലൊരു ഹ്രസ്വ ഉത്തരവായിട്ടാണ് റൌസ് അവന്യൂ കോടതി ഈ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. ഇനി അതിന്റെ ഒരു ഉത്തരവിന്റെ പകർപ്പ് ഇനി ലഭിക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങൾ, കുറ്റവിമുക്തനാക്കാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്താണെന്ന് സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ, അത് ഈ പൂർണ്ണ ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ ഈ കേസിൽ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു. കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ അടക്കം ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ് ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.